അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതും പോയി ചേട്ടിന്. ഇപ്പം ഇരിക്കേണ്ട പ്ലാൻ ചേട്ടാ. ജസ്റ്റ് പോയിട്ടൊന്ന് മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് വന്നു, പുറത്തിരുന്ന് നോക്കിയാൽ മതി. ഈ ട്രേഡ് ഇവിടെ നിന്ന് എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഫുള്ള് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞാൽ സിൽവർ, BTC, അടുത്ത് യൂറോ USD ഒരു ട്രേഡിങ് എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ റിവേഴ്സ് ചെയ്യാറ് വണ്ടി ചെയ്തായിരുന്നു കേട്ടോ. ട്രേഡ് ചെയ്ത് കേട്ടോ. ഡൗൺ ആണ്, പക്ഷേ SL ഹിറ്റ് ആയതായിരുന്നു. കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ട്രേഡ് പറഞ്ഞെടുത്തത്. ഇത് ഈ സമയത്ത് തന്നെ ഒരു 70% എക്സൈറ്റ് ആകണം അവിടെ നിന്ന് തന്നെ. ബാക്കി ഒരു 30% ഇട്ടിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസും വെച്ച് പിന്നെ ട്രിൽ ചെയ്ത് കളിക്കുക. ഇപ്പം തന്നെ ഏകദേശം എൻ്റെ ലോസ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടോ, 2 അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ഒരു 3% അല്ല 30%. ഇത് SL ഇവിടെ കിട്ടിയതിന് ശേഷം ബാക്കി ഇട്ടേക്കും. ഒരു ബാക്കി SL ഇവിടെ ഇട്ടിരിക്കുന്ന 30% ഇവിടെ ഇട്ടേക്കും. ഇന്നത്തെ കുഴപ്പമില്ല കേട്ടോ. 3 ട്രേഡിൽ 2 കിട്ടി, 1 പോയിട്ടുണ്ട്. ഇനി ട്രേഡിൽ സ്റ്റോപ്പ് ചെയ്തു. ഇനി ട്രേഡില്ല. ഇനി വൈകുന്നേരം ജസ്റ്റ് വീണ്ടും അനാലിസിസ്. അത് ട്രേഡിങ് പാർട്ടി കോഫി ഇറങ്ങിയാണ് കേട്ടോ ടൈമേ. ഇനി നല്ല ഇത്തിരി നമ്മളാ മൈൻഡ് കൺട്രോൾ ചെയ്യണം. 3 ട്രേഡ് ആയിട്ടുണ്ട്. ഇന്ന് ട്രേഡ് ചെയ്യാനേ പാടില്ല. ഇനി വൈകുന്നേരം ജസ്റ്റ് നോക്കിയിരിക്കുക മൂവ്മെന്റ് എങ്ങനെയാണെന്ന്. നമ്മൾ മൂവ്മെന്റ് നോക്കിയാൽ മാത്രം മതി. നമ്മൾ ആ പാറ്റേണിൽ കൂടി ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. മുത്തനെ പിന്നെ താനേ മനസ്സിലാവും അത്. അതാണ് കാര്യം അതിൻ്റെ. നമുക്ക് ആദ്യമൊക്കെ എടുത്ത് ചാട്ടം കൂടുതലായിരിക്കും, അത് തന്നെ പ്രശ്നം, വേറെ ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തെൻ്റെ ഹോബിയിലോട്ട് ഇറങ്ങിയ പോയി ചെടിയൊക്കെ നോക്കട്ടെ. ചെറിയൊരു മുടി കെട്ടേണ്ട പ്ലാനുണ്ട്, നോക്കാം വൈകിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. വെട്ടിത്തള്ളണം തന്നെ. ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പച്ചറ ഫുള്ളൊന്ന് കളയണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണം. ഇതിലൂടെ കിട്ടി ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടി കയറാൻ സമയമായില്ല, പക്ഷെ ഞാൻ പോവുകയാണ്. ഓക്കെ, പോയി അവിടെ ഇരുന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് സെറ്റാകട്ടെ. പിന്നെ ട്രേഡിങ് എടുക്കൂല, കാരണം രാവിലെ തന്നെ 3 ട്രേഡ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ലുക്കിംഗ് ആൻഡ് സ്റ്റഡി. മനസ്സിലായില്ല? അതാണ് നേരെ പോയിട്ട് നീ സൺസെറ്റ് ഇത് തന്നെ. ഇതിന് ശേഷം ഇതിനെയും കാണാൻ പറ്റൂല. അനാലിസിസ് ചെയ്യണ കേട്ടോ. യൂറോ, BTC, സിൽവർ. BTC ഡൗൺഫോൾ തുടങ്ങി, അതായത് ഷെല്ലിൻ്റെ അവിടെ വെട്ടിയില്ല കേട്ടോ. അവൻ ശേലം ബിസി ആയിരുന്നു, എൻ്റെ കൂടെ ഉള്ളവനെ. നാളെ മറ്റന്നാ വെട്ടാം. അയ്യോ, ഇനി ഞാൻ നോക്കട്ടെ. നേരെ പോയി ഒന്ന് റൗണ്ടൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കട്ടെ. എല്ലാവരും പോയി ചെക്ക് ചെയ്തിട്ട് വേറെ കുഴപ്പമില്ല കേട്ടോ. സെറ്റാണ് ഇവിടെ വേറെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ സെറ്റാണ്. ഇന്നത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു. ഇന്ന് വൈകുന്നേരം അനാലിസിസ് ചെയ്തത് ഒരെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്പോട്ടിൽ പറഞ്ഞ ആ സ്പോട്ടിലുള്ളത് ഫുള്ള് ഡൗൺ ട്രെൻഡാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് കേട്ടോ. ഏകദേശം റിസ്ക് കറക്റ്റ് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയല്ലേലും എത്ര ഒരു 1:10 അടുപ്പിച്ച്, അതായത് 1% ഡിസ്കൗണ്ട് 10% പ്രോഫിറ്റ്. ഇത്രയും ക്യാപ്ചർ, അതായത് ഒരു റീടെസ്റ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ അവിടെ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ അടിപൊളി ട്രേഡ് ആയിരുന്നു കേട്ടോ. അതായത് ഏകദേശം ഒരു റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 70% എടുത്തിട്ട് 30 ഇട്ടിരുന്ന വലിയ റിസ്കില്ലാതെ അടിപൊളിയായിട്ട് കിട്ടിയതിനാണ്. സൂപ്പർ ട്രേഡ് ആയിരുന്നു.
പറഞ്ഞിട്ട് കാര്യമില്ല, എടുത്തില്ലല്ലോ. നീ നേരെ പോയി ഇതിന്റെ മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ എടുത്തോട്ടെ. മീറ്ററിന്റെ ഫോട്ടോ എടുക്കണം, അതെടുത്ത് കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ പോയി അടുത്ത് പമ്പും കൂടി ചേഞ്ച് ചെയ്യണം. കുഴപ്പമില്ല, 2 ദിവസം ആയതേ ഉള്ളൂ. നാളെ ചേഞ്ച് ചെയ്യാം. ഞാൻ ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്ന്. അത് ചേഞ്ച് ചെയ്യണ്ട. ഞാൻ അടുത്ത് ഫുള്ളൊന്ന് റീഡിങ് എല്ലാം എഴുതട്ടെ. റീഡിങ് എല്ലാം എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പം മറ്റേ മീറ്ററിൻ്റെ ഇതിന് നോക്കാൻ വേണ്ടി വിളിക്കും, ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് വിളിക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് ഇപ്പം എല്ലാം പോയി ഒന്ന് സെറ്റ് ചെയ്യണം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എഡിറ്റൊക്കെ ചെയ്ത് സെറ്റ് ആക്കുക. പുറത്ത് പോകാതെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നോക്കുക. ഭയങ്കര ചൂട് കേട്ടോ, ഒരു രക്ഷയില്ല.